സാറിന് ഒരുപാട് പ്രീവിയസ് ടോക്സിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് സമ്പത്തിനെ പറ്റിയും പണത്തെ പറ്റിയുള്ളൊരു കോൺവെർസേഷൻ. എന്താണ് സാറിന് എന്താ തോന്നുന്നത്? സാർ എപ്പോഴും പറയും സമ്പത്തും പണവും രണ്ടാണ്, ഇറ്റ്സ് ഡിഫറെൻറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം നമുക്ക് എല്ലാവർക്കും പണം ഉണ്ടാക്കുവാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയുമെന്ന് പറയും. പക്ഷെ ഞാൻ പറയണത് പണം ഉണ്ടാക്കുന്ന നമുക്കറിയില്ല. ഈ പണം ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് അത് ഉണ്ടാക്കുന്ന ആൾക്കാർ റിസർവ് ബാങ്കാണ്. അപ്പോൾ ഈ പണം നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ എത്തണത്? പണത്തിന് ഒരു നിർവചനമുണ്ട്. ഇങ്ങനെ പറയണത്, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറ്റൊരാൾക്ക് സർവീസ്, സേവനമോ ഉൽപ്പന്നമോ കൊടുത്താൽ തിരികെ കിട്ടുന്ന ഉപോൽപ്പന്നത്തിൻ്റെ പേരാണ് പണം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ബിസിനസ്സുകാരത്തെ അല്ല, നിങ്ങൾക്കുള്ള സർവീസാണ് അല്ലേ? അത് നിങ്ങളുടെ ആ ഒരു സർവീസ് വിൽക്കുമ്പോഴാണ് പണം കിട്ടുന്നത്. അതേസമയം ഞാൻ ചെയ്യണത് എൻ്റെ ഉൽപ്പന്നം വിൽക്കുമ്പോഴാണ്. എൻ്റെ ഉൽപ്പന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ബിരിയാണി എൻ്റെ പ്രൊഡക്റ്റാണ്, ഫ്രൈഡ് റൈസ് എൻ്റെ പ്രൊഡക്റ്റാണ്. അതേസമയം റിയൽ എസ്റ്റേറ്റിൽ വന്നപ്പോൾ അത് സ്ഥലമായിട്ട് മാറി, അത് ബിൽഡേഴ്സിൽ വന്നപ്പോൾ കോട്ടേജ് ആയിട്ട് മാറി. അപ്പോൾ ഉൽപ്പന്നമാണ്. അപ്പോൾ ഇങ്ങനെ പണം കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ഈ രീതിയിൽ കൂടെയാണ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എന്ന് പറയാം. മറ്റൊരാളുടെ പോക്കറ്റിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതിലെൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇതാണ് എംപ്ലോയീസിന് അറിയാത്തൊരു കാര്യം. ഇവര് പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പിന്നെ പഠിക്കാൻ തയ്യാറാവില്ല. കൂടുതൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുള്ളൂ, കൂടുതൽ പഠിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇപ്പോൾ നിങ്ങൾക്കൊരു 50,000 സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങളുടെ അറിവിൻ്റെ വെയിറ്റ് 1 കിലോ ആയിട്ട് ആവറേജ് കണക്കൂട്ടിക്കുക. അപ്പോൾ 1 കിലോ വെയിറ്റിന് കിട്ടുന്ന പണത്തിൻ്റെ അളവാണ് 50,000 രൂപ. നിങ്ങൾക്കിനി 1 lakh rupees വേണം. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, അറിവിനെ 2 കിലോ ആക്കണം. ദാറ്റ് മീൻസ് എവിടെയാണുള്ളത് അതിൽ കൂടുതൽ പഠിച്ച് എക്സ്പേർട്ട് ആവണം. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഇതിൽ ചില ആളുകളെ പോയാലും കുഴപ്പമില്ല, പൊക്കോളം പറയും. ചില ആളുകൾ പറയുന്നത് ഞാൻ നിർത്താമെന്ന് പറഞ്ഞാൽ നിർത്താൻ എന്താ കാരണം എന്ന് വെച്ച് സാലറി ചിലപ്പോൾ ഡബിളായി കൊടുക്കേണ്ടി വരും. കാരണം എന്താ? അവൻ്റെ അറിവ് കൂടി. അപ്പോൾ ഈ അറിവിലാണ് നമ്മൾ കാര്യമാക്കുന്നത്. ഇതാണ് ശരിക്കും പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി സമ്പത്ത് എന്ന് വെച്ചാൽ ഈ പണം ഉപയോഗിച്ച് നമ്മൾ വാങ്ങുന്ന അസറ്റിൻ്റെ പേരാണ് സമ്പത്ത്. അപ്പം ചോദ്യം, എന്തിനാ സമ്പത്ത്? എന്തിനാ അങ്ങനെ മേടിച്ചിരുന്നേ? അതിനാ നമ്മൾ പറഞ്ഞത്, നമ്മൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എക്സ്പയർ ചെയ്യും. നമ്മൾ ആർക്കും വേണ്ട പിന്നെ. കാരണം വരുമാനമില്ല, അസുഖത്തിന് കുറവുമില്ല, ദേഷ്യം കൂടുന്ന സമയമാണ് ആ സമയത്ത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് വേണം, വരുമാനം കിട്ടുന്നൊരു അസറ്റ് വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ ആരോഗ്യമുള്ള സമയത്ത് പറയാം 35 കൊല്ലം, ഈ സമയത്ത് ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ആ 35 കൊല്ലം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് വാങ്ങിച്ചിടണം. എക്സാമ്പിൾ, വയസ്സായിട്ട് വിചാരിക്കാം. അപ്പോൾ ഒരാൾ പറയുന്നത് ഇന്ന സ്ഥലത്തൊരു ബിൽഡിംഗ് വിൽക്കാനുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പോയി നമ്മൾ വാങ്ങണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 50 ലക്ഷം രൂപയുണ്ട്, അതുകൊണ്ട് ഒരു ബിൽഡിംഗ് മേടിച്ചു. അതിൽ നിന്ന് എല്ലാ മാസം ഒരു 1 ലക്ഷം 2 ലക്ഷം വാടക കിട്ടുന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് ആണ്. അത് കൂടിയേ വരുള്ളൂ. അതിന് ഏറ്റവും ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത, ഈ റെൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷം കൂടുന്തോറുമ്പോഴും പുതുക്കും, അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ ഗുണം? ഇത് പ്രത്യേകിച്ച് എഫേർട്ടില്ല. കാരണം എന്താ? അത് നമ്മുടെ സമ്പത്തായിട്ട് മാറിക്കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ട്, കുറേ നാൾ വേറെ വീട് പണിതു. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ വീട് എന്ത് ചെയ്യും? വാടകയ്ക്ക് കൊടുക്കാം. അവിടെ നിന്നും എല്ലാ മാസവും വാടക കിട്ടും, രണ്ടാമത്തെ വീട്ടിൽ നിന്ന്. അതിന് വിളിക്കുന്ന പേര് സമ്പത്ത് എന്നാണ്. അപ്പോൾ ഈ പ്രസൻറ്റ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് ഒറ്റ വീടുള്ളൂ എങ്കിൽ അത് ഓൾറെഡി അസറ്റാണ്. പക്ഷേ അതൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് അല്ല, അതിൽ നിന്ന് വരുമാനം കിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് സമ്പത്ത് നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ യു ആർ ഇൻ സ്ട്രഗിൾ. നിങ്ങൾ നാളെ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പറയുന്നൊരു കാര്യം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കണം, അതേസമയം അത് വേണ്ടെന്ന് വെക്കാം, റിഗ്രറ്റ് ചെയ്യാം. ഇത് സ്കൂളിൽ നിന്ന് പഠിച്ചപ്പോൾ എഫേർട്ട് റിഗ്രറ്റ് എന്നുള്ള വേർഡ് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം ഡീപ്പിലേക്ക് പോയപ്പോഴാണ് എന്താണ് എഫേർട്ട്, എന്താണ് റിഗ്രറ്റ് എന്ന് മനസ്സിലാവുന്നത്. നമ്മൾക്കിപ്പോൾ 19 വയസ്സായി അല്ലേ? ഇപ്പോൾ ഒരു എഫേർട്ട് എടുത്തിട്ട് ഒരു 30-35 വയസ്സിൽ നമുക്കൊരു ഇപ്പോഴേ മുതലൊന്ന് പ്ലാൻ ചെയ്താൽ ഒരു 1 കോടിയോ 2 കോടിയോ 5 കോടിയോ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. വേണ്ട, ഞങ്ങളെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു 12 ലക്ഷം രൂപ തന്നിട്ട് ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് വാങ്ങിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ 35 വയസ്സിൽ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ പറയണത് 2 to 5 CR 5 കോടി രൂപ കിട്ടുന്നു. പക്ഷേ ഇപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഉണ്ട്, 12 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് 12 ലക്ഷം കയ്യിലില്ലെങ്കിൽ ഇപ്പം ഉണ്ടാക്കുന്നു. ഇപ്പം എനിക്ക് ആവറേജ് നമ്മളൊരു 1 ലക്ഷത്തിന് മേലെ എല്ലാ മാസം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇതിൽ നിന്നൊരു 15,000 രൂപ മാസം മാറ്റി വെക്കാം. അപ്പം ഞങ്ങൾ EMI സ്കീമിൽ പലിശ ഇല്ലാണ്ട് ഇത് പഠിക്കാം.
15,000 രൂപ വെച്ചോ എല്ലാ മാസം അടയ്ക്കുന്നു. പക്ഷേ ഈ 15,000 രൂപ അടയ്ക്കാൻ വേണ്ടി ഒരു എഫേർട്ട് ഉണ്ട്. ചിലപ്പോൾ ചില ചുരിദാർ വാങ്ങുന്നത് വേണ്ടാന്ന് വെക്കേണ്ടി വരും. ചിലപ്പോൾ ചില മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകണം വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ പറയണത്, ഇന്നു കയ്യിൽ 10,000 രൂപ കിട്ടിയോ, ഒറ്റയടിക്ക് എന്ത് ചെയ്യണം, 9,000 രൂപ മാറ്റി വിട്ടേക്കണം, അവനെ പണിക്ക് വിടണം. ആരെ? ഈ 9,000 1000 രൂപയുടെ കാര്യം നടത്തിയാൽ മതി. എന്തിനാണെന്നറിയോ? ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 10,000 കയ്യിലുണ്ട്. ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് എൻ്റെ പൈസ അല്ല. ഇതേ സമയം ഇവനെ ഇൻവെസ്റ്റ് ചെയ്താലോ അത് എൻ്റെ പൈസയായി. എൻ്റെ കയ്യിലുള്ളത് എൻ്റെ പൈസ അല്ല, ഇൻവെസ്റ്റ് ചെയ്ത പൈസ എൻ്റെതാണ്. ഇപ്പോൾ സ്വർണം മേടിച്ചു, അത് എൻ്റെതാ. ഈ പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെതല്ല. ഓക്കെ, അപ്പോൾ ഇവനെ പണിക്ക് വിടുന്നു. അപ്പോൾ ഇവ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 15,000 വെച്ച് മന്തിൽ അടക്കുമ്പോൾ 35-ാമത്തെ വയസ്സിൽ ഒരു 5 കോടി രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പൈസ അടക്കാൻ വേണ്ടി എഫേർട്ട്, ചിലപ്പോൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും, എക്സ്ട്രാ പ്രോഗ്രാം ചെയ്യേണ്ടി വരും, എഫേർട്ട്. അപ്പോൾ എന്തായി, നമുക്കൊരു 35-ാമത്തെ വയസ്സിൽ ആ സമയത്ത് ഇപ്പോൾ ഇവയ്ക്ക് പ്രീമിയം കാറോ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് ഹസ്ബൻഡും മക്കളൊക്കെ ആയിട്ട് നല്ലൊരു പ്രീമിയം ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. റൈറ്റ് ടൈം ഇപ്പം. ഇനി അതേസമയം ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നില്ല, ആ പൈസ ഇപ്പോൾ ദൂരത്തടിച്ച് നമ്മൾ കളയണം, നമ്മൾ ഈ പറഞ്ഞ മറ്റുള്ള കാര്യം ഉപയോഗിക്കണം. അപ്പോൾ റിഗ്രറ്റ് ചെയ്തു. അപ്പം നിയമം തോന്നില്ലേ, ഇപ്പം നമുക്ക് എഫേർട്ട് കൊടുക്കാൻ റിഗ്രറ്റ് ചെയ്യാം. ഈ ഒരു പ്രൊജക്റ്റിനെ വേണമെന്ന് എഫേർട്ട് എടുത്ത് വാങ്ങാം, റിഗ്രറ്റ് ചെയ്യാം. പക്ഷേ എഫേർട്ട് എടുക്കുമ്പോൾ അതിന് വലിയ വില കൊടുക്കണം. എന്താണ് വലിയ വില? ഈ പറഞ്ഞമാതിരി ഇഷ്ടപ്പെട്ട ചുരിദാർ സമയത്ത് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് മാസത്തിൽ 2 എന്നുള്ളത് 1 ആക്കേണ്ടി വരും. അപ്പം എഫേർട്ട് എടുത്ത്, പക്ഷെ അതേസമയം അപ്പം ഒരു വലിയ വില കൊടുത്തു, നമ്മൾ കുറേ സാധനം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ റിഗ്രറ്റ് ചെയ്തു. റിഗ്രറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 35-ാമത്തെ വയസ്സിൽ ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലഭിക്കാനിരുന്ന 5 കോടി കിട്ടില്ല. മക്കൾ ചോദിക്കുകയാണ്, അച്ഛാ അല്ലെങ്കിൽ അമ്മേ, എന്തുകൊണ്ട് നമുക്കൊരു ബെൻസ് കാറില്ല, അല്ലെങ്കിൽ നമ്മൾ വീട് എന്തെങ്കിലും ചെറുതായി പോയത്? അപ്പോൾ 2 കാര്യം പറയാനുള്ളൂ. അവരുടെ മുമ്പിൽ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഒരു ഡിസാസ്റ്റർ ആണെന്ന് നിങ്ങൾ സമ്മതിക്കാണ്ട് പറ്റും. അതായത് നിങ്ങൾ തോൽവിയായിപ്പോയി. എന്തുകൊണ്ടാണ്? അത് ആദ്യമേ ചെയ്തു വെച്ചില്ല. 2 തരത്തിൽ പറയാം. ഒന്നുമില്ലെങ്കിൽ പൈസ ഉള്ള ആൾക്കാരെല്ലാം കൊള്ളക്കാരെന്ന് പറയാം. സാധാരണ ചില സിനിമയിലൊക്കെ ഉണ്ട്, മിക്ക സിനിമയിലും അങ്ങനെ ഉണ്ടാ, പൈസ ഉള്ള ആൾക്കാർ വില്ലന്മാരും പൈസ ഇല്ലാത്ത നായകൻ പാവപ്പെട്ടവരും. അപ്പം എന്താണ്, പൈസ ഇല്ലാത്ത നായകനെ പൈസ ഉള്ള വീട്ടിലെ പെൺകുട്ടി പ്രേമിക്കുന്നു. ഇതെല്ലാം മിക്ക കഥയും വരുന്നത്. അപ്പം പൈസക്കാരൊക്കെ ക്രൂരന്മാരാണെന്നാണ് സമൂഹം മൊത്തത്തിൽ ധരിപ്പിച്ചു വെച്ചേക്കാണ്. പക്ഷെ ഇത് നമ്മൾ നേരത്തെ ധാരണ കിട്ടിയാലോ? ഇപ്പോൾ റിഗ്രറ്റ് ചെയ്തപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും, ആ സമയത്ത് 5 കോടി ഇല്ലാത്തതിൻ്റെ പേരിൽ 35-ാമത്തെ വയസ്സിൽ നമ്മൾ അപ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില, അപ്പോൾ ഒരു വില കൊടുക്കണം. എൻ്റെ ചോദ്യം, ഇപ്പോൾ അത് എഫേർട്ട് എടുത്തിട്ട് അതിന് വില കൊടുക്കണം, ആ സമയത്ത് റിഗ്രറ്റ് ചെയ്ത് അതിന് വില കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? 2നും വലിയ വില കൊടുക്കണം. പക്ഷെ അതില്ലാത്തതിൻ്റെ പേരിൽ വില കൊടുക്കണോ, ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കാൻ പോകുന്ന എഫേർട്ടിന് വില കൊടുക്കണം. റൈറ്റ്. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്മോൾ ഇൻകത്തിൽ നിന്ന്, എസ്പെഷ്യലി 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാർ, ആ ചെറിയൊരു ഇൻകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും നമ്മൾ കൂട്ടി വെച്ച പൈസയും ഒരു 10 വർഷം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഐ തിങ്ക് ദാറ്റ് കംസ് ടു ദ പോയിന്റ് ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന സാധനം. സാറിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ, പ്രസന്റ് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്? അത് ഞാൻ 97 ഫാദറിൻ്റെ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് കയറുന്നത്. എനിക്കന്ന് 50 രൂപയായിരുന്നു ഫാദർ തന്നിരുന്നത് കൂലിയായിട്ട്, ശമ്പളം. ഓക്കെ, ഡെയിലി 50 രൂപ. ഇന്ന് 50 രൂപ സത്യം പറഞ്ഞാൽ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി ടിപ്പ് കൊടുക്കണം 50 രൂപയാണ്. ഞാൻ കൊടുക്കുന്ന ടിപ്പാണ്ട് ആലോചിക്ക് വാല്യൂ. അന്ന് 50 രൂപ എനിക്ക് അത്രയും വാല്യുബിൾ ആയിരുന്നു. 50 രൂപയ്ക്ക് വേണ്ടി ഞാൻ 8 മണിക്കൂർ 9 മണിക്കൂർ ആ റെസ്റ്റോറൻറ്റിൽ നടത്തുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഏറ്റവും ചുരുങ്ങി 10 കിലോമീറ്റർ ഞാൻ നടക്കും കണക്കൂട്ടി കഴിഞ്ഞാൽ. കാരണം ഒരാൾക്ക് വെള്ളം കൊടുക്കണം, സംഭവം റെസ്റ്റോറൻറ്റിൽ അറിയാലോ. അപ്പം ഇത്രയും നടത്താൻ 5-10 കിലോമീറ്റർ നടക്കുന്നിട്ട് കിട്ടുന്ന 50 രൂപ. ഇന്ന് എന്താ ഈ 50 രൂപ എന്തിനുണ്ട് സത്യം പറഞ്ഞു? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നിനുമില്ല. ഇനിയൊരു 10 വർഷം കൂടി കഴിയുമ്പോൾ ഇന്ന് കിട്ടുന്ന മിക്ക ആൾക്കാരും കിട്ടി 15,000 25,000 രൂപ കൊണ്ട് എന്തിന്? അതിന് ഇപ്പോഴേ ചിന്തിക്കണം. അതിൽ മറ്റൊരു കണക്ക് പറയുന്നുണ്ടാ, 10 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് സമൂഹത്തെ 3 ആക്കി വിഭജിക്കാന്ന് പറയും. 1 ലോ ക്ലാസ്സും, 2 മിഡിൽ ക്ലാസ്, 3 ഹൈ ക്ലാസ്സും. ഇതിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നൊരു കാര്യം, 10 വർഷം കഴിയുമ്പോൾ ഇവിടെ 2 ക്ലാസ് ആളുകൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. 1 ലോ ക്ലാസ്സും 2 ഹൈ ക്ലാസ്സും. കാരണം മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം തുടച്ചു നീക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഇതാണ്, വരുമാനം കൂടുന്നില്ല, ചെലവ് കൂടുന്നുണ്ട്. അതിൽ പറയണത് ഇന്ന് 100 പേരെടുത്തു കഴിഞ്ഞാൽ 50% ആൾക്കാർ പോവർട്ടിയാണ്, BPL-ആരാണ്. പിന്നെ 20% ഹൈ ക്ലാസ്, 30% മിഡിൽ ക്ലാസ്സാണ്. ഈ 20% വരുന്ന ഹൈ ക്ലാസ്സിനെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് ആരും സഹായം വേണ്ട. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അവരുണ്ടാക്കിയിട്ടുണ്ട്. 50% വരുന്ന ദരിദ്രരെ സഹായിക്കാനായിട്ട് ഇവിടെ അവർക്കൊന്നൊരു അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. സ്കൂളിൽ പോകാനായിട്ടാണ് ചിലോ ഗവൺമെൻറ് സ്കൂളുണ്ട്.
ഭക്ഷണത്തിന് റേഷൻ സംവിധാനങ്ങളുണ്ട്, അത്യാവശ്യം മരുന്ന് മേടിക്കാൻ ക്ഷേമ പെൻഷൻ കിട്ടും. അപ്പോൾ ഇവർ സേഫാണ്. അപ്പോൾ 20% ഹൈ ക്ലാസ് സേഫാണ്, 50% BPL ലോ ക്ലാസ്സും സേഫാണ്. കാരണം അവരുടെ നീഡ്സ് അത്രേ ഉള്ളൂ. അവർക്കൊരു ചിന്താഗതി മുകളിലേക്ക് ഇല്ല. അവർക്ക് ഈ 30% ആളുകളുണ്ട്, ഇവരാണ് ദ റിയലി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ. ഇവർക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഈ മിഡിൽ ക്ലാസ് സമൂഹത്തിൽ നല്ല ഡ്രസ്സ് ഇടണം, നല്ല ഭക്ഷണം, നല്ല താമസമൊക്കെ വേണം. ഏറ്റവും കൂടുതൽ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇവരാണ്. ആര്? മിഡിൽ ക്ലാസ്. പക്ഷെ ഇവരെ വരുമാനമായിട്ട് കൂടുന്നില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന പൈസക്ക് എന്തിനാ? ശരിക്കും പറഞ്ഞാൽ ബാങ്കുകാർ ജീവിക്കുന്നത് മിഡിൽ ക്ലാസ്സിനെ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ പോകും തോറും ഇവർക്ക് ബെറ്റർ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു 60 രൂപയ്ക്ക് തോന്നുന്നു മിക്ക ആൾക്കാർ ഐഫോണൊക്കെ കാണാം. ഞാൻ ഐഫോൺ എടുത്ത് കുറ്റം പറയില്ല കേട്ടോ. മിഡിൽ ക്ലാസ് ഭൂരിഭാഗം ഐഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ലോൺ എടുത്തുകൊണ്ട് വാങ്ങണതാണ്. കാരണം EMI അടച്ചിട്ടാണ്. അപ്പോൾ ഒരു ക്രെഡിറ്റ് വാങ്ങാനുള്ള സാമ്പത്തികരൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. ഇത് വാങ്ങും തോറും ഇവർക്ക് സേവിങ്സ് കുറയാം. അതേസമയം ആ പൈസ സേവിങ്സിലേക്ക് മാറ്റിയാലോ നാളെ ഒരു സേഫായിട്ട് ഇതൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷെ എന്താണ്, ഇത് വാങ്ങും തോറും ഇവർ ഏതോ സിനിമയിൽ പറയാണ്, നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് അല്ലേ. നാശത്തിലേക്ക് പോകുന്നത്. ലോൺ എടുത്ത് എന്തിനാ ജീവിക്കണേ? ലോൺ എടുക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. 10 കൊല്ലം കഴിഞ്ഞാൽ ഹൈ ക്ലാസ് ആവണോ ലോ ക്ലാസ് ആവണോ? ലോ ക്ലാസ് ആവണമെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ചെയ്യണ പണി തന്നെ വൃത്തിയായിട്ട് ചെയ്താൽ മതി. ലോ ക്ലാസ്സിലേക്ക് തന്നെ അങ്ങോട്ട് പൊക്കോളും. അതേസമയം ഹൈ ക്ലാസ് ആവണമെങ്കിലോ, അവിടെ ഞങ്ങൾ പറയുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലേ, ആരും ചെയ്യാത്തത് ചെയ്താലേ ആർക്കും കിട്ടാത്തത് കിട്ടുള്ളൂ. എല്ലാവരും ചെയ്യണ കാര്യം ചെയ്തുകൊണ്ടിരുന്നാലോ എല്ലാവരും കിട്ടണേ കിട്ടുള്ളൂ. അപ്പോൾ ഒരൊറ്റ ചോദ്യമുള്ളൂ, 10 കൊല്ലം കഴിഞ്ഞാലുള്ള ഒരു റിച്ചസ്റ്റ് പേഴ്സൺ ആവണോ ഹൈ ക്ലാസ് ആവണോ? അതിന് ഇന്നേ ചിന്തിക്കണം. 10 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ലോകിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയണം. ആ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു ലെവലിലോട്ട് പോകും. പക്ഷെ വി ആർ നോട്ട് ടേക്കിംഗ് ദ ഡിസിഷൻ. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ അത് ചെയ്യാത്തതിൻ്റെ കാരണം, നമ്മൾ നാളെ ജീവിക്കോ മരിക്കോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ലൈക്ക് ഇന്നേ നമുക്കുള്ളൂ, ഓൾ വി ഹാവ് ഇസ് ടുഡേ എന്നൊരു സാധനം ഉള്ളത് കൊണ്ട് മാക്സിമം ടു ദ ഫുള്ളസ്റ്റ് ജീവിക്കുക എന്നൊരു സാധനം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഭാവിയെ പറ്റിയുള്ള ചിന്ത വളരെ കുറവായിരിക്കും. സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ അതിൽ? ഈ പൈസ കൂടുതൽ ഉണ്ടാക്കാൻ അറിയാത്തവർ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് വിധി എന്ന് പറയും. ഓക്കെ, വിധി പോലെ വരട്ടെ. അത് ശുദ്ധ മണ്ടത്തരം. കാരണം വിധി പോലെ വരട്ടെ എന്ന് പറയുമ്പോൾ നമ്മളാണ് ഉണ്ടാക്കുന്നതെല്ലാം. നമ്മൾ ചിന്തിച്ചാൽ മതി. അത് ഇവർക്ക് വഴി മുമ്പിൽ തെളിയാതെ വരുമ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ പറയും ദൈവം നമ്മളെ വീണ്ടും വീണ്ടും ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ. പിന്നെ ചിലർ പറയും ദൈവം ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലാത്തവന് കൊടുക്കുന്നില്ല. നമ്മളത് ദൈവത്തിന് ഇഷ്ടമല്ലേ? തെറ്റാണ്. ഉള്ളവനറിയാം ആ പൈസ കൊണ്ട് വീണ്ടും എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കണ്ടേന്ന്. ഇല്ലാത്തവൻ എന്തറിയില്ല? പൈസ ഉണ്ടാക്കാൻ അറിയാം അല്ലേ? അവൻ പോയിട്ട് ഡെയിലി 1000-2000 ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് പറയണത് മേക്ക് മണി, പൈസ ഉണ്ടാക്കുന്നുണ്ട്. സ്പെൻഡ് മണി, പൈസ ചെലവാക്കാൻ അറിയാം. ഇതിൻ്റെ ഇടയിൽ ഒരു 2 സാധനമുണ്ട്. അറിയാം എന്താണ്? സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. മേക്ക് മണി, സ്പെൻഡ് മണി. ഇതിന് 2 സാധനമാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റും, 2 സേവിങ്സും. ഓക്കെ, അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ 2ഉം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നേക്കാണ്. അതായത് ഒരു കോട്ടേജ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 60 ലക്ഷം രൂപയാണ്. ഇതിലേക്ക് 2 തരത്തിൽ പൈസ പോകുന്നത്. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും 2ഉം കൂടിയാണ്. ഇത് 2 ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അതായത് സേവിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ മീൻ ചെയ്യണത് ലോങ് ടൈം. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 10 to 15 ഇയറുടെ ഭാവിയിലേക്ക് വേണ്ടി അല്ലേ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സഞ്ചയിക അറിയോ? മോൾക്കൊന്നും അറിയുമെന്ന് അറിയില്ല. അതൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പണ്ട് പഠിപ്പിക്കാൻ. നമ്മൾ പണ്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ സേവിങ്സ് ആയിരുന്നു. 1 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടണതും ഒക്കെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടണം. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് 2ഉം ഒരേപോലെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കോട്ടേജ്. ഇപ്പോൾ ഒരു കോട്ടേജിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 ലക്ഷം രൂപ വേണം. അപ്പോൾ ഈ 60 ലക്ഷം രൂപ ഒന്നിച്ചില്ലാത്തവർക്ക് 1 ലക്ഷം രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ കൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യണത് ഒരു കോട്ടേജിന് 60 ലക്ഷം രൂപയുടെ 60 ഓരോ ലക്ഷയുടെ പാർട്ട്നേഴ്സാക്കി മാറ്റും. എന്നിട്ട് ഈ 60 ആളെ പേരിൽ ആധാർ രജിസ്റ്റർ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായി 60 പേർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അവരുടെ ക്യാപിറ്റൽ പ്രിസർവേഷൻ, ഇൻവെസ്റ്റ് ചെയ്ത് തുകക്കുള്ള ആധാരം കൈ കിട്ടി. എന്നിട്ട് എല്ലാ മാസം ഇത് വാടകയ്ക്ക് പോകുമ്പോൾ അതിന് വാടക കിട്ടണം. ഞങ്ങളുടെ കോട്ടേജിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പ് എന്നൊരു ആശയമാണ്. അപ്പോൾ ഇതിലൂടെ 20,000 രൂപ ഡെയിലി വാടകയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ മോളിപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു.
ഇപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ജനുവരി മുതൽ എൻ്റെ റെൻറ്റ് കിട്ടി തുടങ്ങണം. ഇപ്പോൾ ആ റെൻറ്റ് കിട്ടി തുടങ്ങുമ്പോൾ 20,000 രൂപ വെച്ചിട്ട് ടോട്ടൽ കിട്ടുന്ന റവന്യൂ 6 ലക്ഷം രൂപ ഏറ്റവും മാക്സിമം. അത് വാടക പോകുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 60 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പൈസ മാസം മാസം കിട്ടണം വാടക. അപ്പോൾ വാടക കിട്ടുന്നു. കുറച്ച് കഴിഞ്ഞ് 10 to 50 ഇയർ കഴിഞ്ഞാൽ അതിൽ 16 ചന്ദന മരങ്ങളുണ്ട്. അത് മുറിച്ച് 4 കോടി ആവറേജ് കിട്ടുമ്പോൾ അതിൽ നിന്നും അതും 16 ആക്കി, മീൻസ് 60 ആക്കും. അതിൽ നിന്നും കിട്ടി, വീണ്ടും അതും കിട്ടി, വീണ്ടും അവിടെ ബാക്കി എന്തുണ്ട്? കോട്ടേജ് അവിടെയുണ്ട്, ലാൻഡ് അവിടെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ സേവിങ്സിൻ്റെ ഇൻകം വേറെ കിട്ടി, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻകം വേറെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം വീണ്ടും അതിൽ നിന്ന് കാലാകാലം നമ്മുടെ തലമുറയ്ക്ക് ജീവിക്കാനുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 1 lakh റുപ്പീസിനാണ്. ഈ ഒരു ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇത് ആശയം മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല കേട്ടോ, എല്ലാവരും പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറയാണ്, 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ 10 ലക്ഷം രൂപ തരാം 5 കൊല്ലം കഴിഞ്ഞാൽ. ഒരു കാരണവശാലും എന്നെ വിശ്വസിക്കരുത്. കാരണം എന്താ അറിയോ, ഞാൻ 25 കൊല്ലമായിട്ടുള്ള ബിസിനസ് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ നാളെ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ശരിയല്ലേ? ഞാൻ അതിന് പറയുന്നത് എനിക്ക് തരരുത്. എൻ്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് തരുന്ന ഭൂമിയാണ്. ഈ ഭൂമി എന്ന് പറഞ്ഞത് 450 കോടി വർഷം ഇവിടെ ഉണ്ടായിട്ട് ഇനി 750 കോടി വർഷം ഉണ്ടാവുകയും ചെയ്യും. ഞാനുണ്ടായിട്ട് 46 വർഷമായിട്ടുള്ളൂ. ഞാൻ 100 വയസ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ വിശ്വസിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ, നിങ്ങളെപ്പോഴും ക്യാപിറ്റൽ പ്രിസർവേഷൻ, എപ്പോഴും മുടക്കിയ പൈസ സേഫാണോ? ഇതാണ് ഞങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശയം. ഇപ്പോൾ ഒരുപാട് സ്കാമുകളുണ്ട് ഇവിടെ, ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് ഉണ്ട് ഇവിടെ, അല്ലേ? അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പൈസയുടെ അവസ്ഥ എന്താ? കിട്ടിയാൽ കിട്ടി, അല്ലേ? ലാഭമാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ ഇറക്കിയ പൈസ പോയി. ശരിയല്ലേ? ഇവിടെ എന്താ ഗുണം? ഇറക്കിയ പൈസക്കുള്ള ഡോക്യുമെൻ്റ് കൈ കിട്ടി. ഇതാണ് ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ അതിലേക്കാണ് പറയേണ്ടത്. നാളെ ഒരു തരത്തിലും എൻ്റെ വീട്ടിൽക്കാർ അന്വേഷിച്ചു വരില്ല. ഞാൻ ഇപ്പോൾ 28,000 5 സെൻറ്റ് പ്ലോട്ടാണ് പ്രൊജക്റ്റ് വരുന്നത്, 1400 ഏക്കറിൽ. ഒരാൾ പോലും എൻ്റെ വീട്ടിലേക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, നിങ്ങൾ മേടിച്ച് ഡോക്യുമെൻ്റ് വന്നു, പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തു, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. ക്ലിയർ ആക്കണം. അത്തരത്തിലുള്ള പ്രൊജക്റ്റാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ.